കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള, പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പന ദേവി എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. തീരദേശം, നഗരമേഖല, കുന്നുപ്രദേശം തുടങ്ങിയ ഭൂപ്രകൃതിയിലുള്ള കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീളയുണ്ട്. നമസ്കാരം ശ്രീമതി പ്രമീള. നമസ്കാരം. മടക്കര ഹാർബർ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ചെറുവത്തൂർ. 400-ലധികം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് നടപ്പിലാക്കി വരുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് പഞ്ചായത്തിൽ? മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിലവിൽ ഹാർബർ പ്രദേശത്ത് വളരെ വിപുലമായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു വരികയാണ്. ആവശ്യമായിട്ടുള്ള വിപണന കേന്ദ്രം എന്ന രീതിയിലേക്ക് മടക്കര ഹാർബർ ബഹുമാനപ്പെട്ട കളക്ടർ ചെയർമാനായിക്കൊണ്ടുള്ള ഡെവലപ്മെന്റ് കമ്മിറ്റി, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ മത്സ്യം വാങ്ങാനും വിൽപ്പന നടത്താനും പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷ തന്ന മുറയ്ക്ക് അവർക്ക് വെള്ളവും വലയും നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള ലാപ്ടോപ്പ്, ഫർണിച്ചറുകൾ ഒക്കെ നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒരു കാർഷിക മേഖല കൂടിയാണ്. പ്രധാനമായും എന്താണ് അവിടെ കൃഷി ചെയ്യുന്നത്? അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? മേഖലകൾക്ക് നമ്മുടെ പഞ്ചായത്തില് എല്ലാ വർഷവും 15 ലക്ഷത്തിലധികം തെങ്ങ് കൃഷിയാണ് കൂടുതലായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ തെങ്ങ് കൃഷി മേഖലയിലേക്ക് ജൈവവളം പദ്ധതി പ്രകാരം ഇതിന്റെ ഉൽപാദന വർധനവിന് ആവശ്യമായിട്ടുള്ള തെങ്ങ് കൃഷിക്ക് ജൈവവളം പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ വർഷവും നമ്മൾക്ക് ഗുണഭോക്താക്കൾക്ക് വളം വിതരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെൽകൃഷി വികസനം എന്ന പേരിൽ നമ്മുടെ 6ഓളം വരുന്ന പാടശേഖര സമിതിയുമായി സംയുക്തമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നെൽകൃഷി വികസനത്തിന്റെ വിത്ത്, കൂലിച്ചെലവ്, അതിന്റെ മറ്റടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ തരിശു ഭൂമിയൊക്കെ യോഗ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ 10-16ഓളം വരുന്ന JLG ഗ്രൂപ്പുകളുണ്ട്. അവരും കൃഷി മേഖലയിലേക്ക് നന്നായിട്ട് ഇടപെടുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഉൽപാദന വർധനവ് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. തരിശു ഭൂമിയൊക്കെ കൃഷിയോഗ്യമാക്കുന്ന തരത്തിലേക്ക് വരുമ്പോൾ നെൽകൃഷി എന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിലെ കിഴക്കൻ ഭാഗമായ കൊടക്കവേൽ പാടശേഖരം, അതുപോലെ തന്നെ കാര്യമയിച്ച പാടശേഖരം, പയ്യങ്ങി പാടശേഖരം, ഇതൊക്കെ ഏത് സമയത്തും 2-3 വിളകൾ കൊയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ പാടശേഖരവും അതുപോലെ തന്നെ കൃഷി വകുപ്പും പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തുകയാണ്. അതുപോലെ തന്നെ പച്ചക്കറി വികസനം എന്ന രീതിയിലേക്ക് ഗ്രോ ബാഗ്, ചിലപ്പോൾ നമുക്കറിയാം പല വീടുകളിലും ചിലപ്പോൾ അവർക്ക് ഭൂമി ഇല്ലാത്ത പല ആൾക്കാരുണ്ട്. ചിലപ്പോൾ വീടിന് മാത്രമായിട്ട് സ്ഥലമുള്ളവരുണ്ടാവും. ടെറസിൽ പച്ചക്കറി എന്ന രീതിയിലേക്ക് ബാഗിന് പകരം ചട്ടി, നമ്മൾക്കിപ്പോ പ്ലാസ്റ്റിക് മുക്തമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പച്ചക്കറി ചട്ടിയിൽ പച്ചക്കറി വികസനം എന്ന രീതിയിലുള്ള പദ്ധതിയിലൂടെ ഒരു വർഷം തന്നെ നമ്മൾ 200-300 ഗുണഭോക്താക്കൾക്ക് നൽകിയാണ്. അതോടൊപ്പം തന്നെ ഫലവൃക്ഷ തൈകൾ, ആവശ്യമായിട്ടുള്ള ചെറിയ തൈകൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഫലവൃക്ഷ തൈകൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ അയൽക്കൂട്ടങ്ങൾ വഴി പച്ചക്കറി വിത്ത് നൽകിക്കൊണ്ട് കുടുംബശ്രീയുമായി സംയുക്തമായി തന്നെ ഓരോ പ്ലോട്ടുകൾ അവർക്ക് 2-3 ഗ്രൂപ്പുകളായി സംയുക്തമായി ചെന്നുകൊണ്ട് ചീര, അതുപോലെ തന്നെ വെണ്ട, പച്ചമുളക് ഇതുപോലുള്ള കൃഷി മേഖലയിലേക്ക് ഇടപെടുന്ന ഒരു പ്രവർത്തനം കൂടി പഞ്ചായത്തും കുടുംബശ്രീയും കൃഷി വകുപ്പും കൂടി സംയുക്തമായി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തിയുടെ രംഗത്തടക്കം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. കുടുംബശ്രീ ഹോട്ടലുണ്ട്, സൂക്ഷ്മ സംരംഭങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. സ്ത്രീ മുന്നേറ്റം എന്ന രീതിയിലേക്ക് നമുക്കറിയാം, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ജെൻഡർ റിസോഴ്സ് സെന്റർ പഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് സ്ത്രീ ഘടക പദ്ധതിയിൽ വെച്ചുകൊണ്ട് ജെൻഡർ റിസോഴ്സ് സെന്റർ നമ്മൾ കഴിഞ്ഞ
2-3 വർഷം മുമ്പേ തന്നെ അതിന്റെ ഓഫീസും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി. അതുപോലെ തന്നെ കൗൺസിലറെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നിയമിച്ചു. സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവർക്കുള്ള മാനസിക പിരിമുറൊക്കെ മാറ്റിയെടുക്കുന്ന തരത്തിലേക്ക് ജെൻഡർ റിസോഴ്സ് സെന്റർ ആഴ്ചയിൽ 2 ദിവസം കൗൺസിലിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ഗ്രൂപ്പുകളെ സംയുക്തമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ സംരംഭങ്ങൾ 364ഓളം വരുന്ന സൂക്ഷ്മ സംരംഭങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയാണ്. അതുപോലെ തന്നെ ജനകീയ ഹോട്ടൽ നമ്മുടെ സർക്കാരിന്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു ഈ പറയുന്ന ജനകീയ ഹോട്ടൽ. അതിന്റെ ഭാഗമായിട്ട് കാവുംചിറയിലും 15-ാം വാർഡിൽ അതുപോലെ തന്നെ ചെറുവത്തൂർ ടൗണിലും 30 രൂപ ഊണിന് വില കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം എന്ന രീതിയിലേക്കുള്ള ജനകീയ ഹോട്ടൽ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സംരംഭം, വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ എന്ന രീതിയിലേക്ക് വ്യക്തിഗത തൊഴിൽ, അതുപോലെ തന്നെ ഗ്രൂപ്പ് സംരംഭങ്ങൾ എന്ന രീതിയിലേക്ക് 34 ലക്ഷം രൂപ ഓരോ വർഷം ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. നല്ല രീതിയിലുള്ള സ്ത്രീ മുന്നേറ്റം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പദവി പഠനം എന്ന ഒരു പേരിൽ നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ രംഗം, അതുപോലെ തന്നെ ആരോഗ്യരംഗം, തൊഴിൽ രംഗം, ഇതൊക്കെ നമ്മളൊരു കിലയുമായി സംയുക്തമായി ഏർപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ അതുപോലെ തന്നെ പഞ്ചായത്തും ഒക്കെ വേണ്ടുന്ന ഒരു സർവേ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുകയുണ്ടായി. ആ സർവേ നടത്തുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് വലിയ രീതിയിലുള്ള സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പം നമ്മുടെ HB പോലുള്ള രക്തക്കുറവുണ്ട്, വിവ പോലുള്ള വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഇവർക്ക് നേരിടുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും തൊഴിൽ രംഗത്തേക്ക് അവർ എത്തിപ്പെടാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട്. നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള പല പെൺകുട്ടികളും ഇപ്പോ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ത്രീ പദവി പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിനെ നമ്മൾക്ക് അടുത്ത ഇനി വരുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും ആവശ്യമായിട്ടുള്ള സ്ത്രീ ഘടകത്തിൽ പെടുത്തിക്കൊണ്ടുള്ള പദ്ധതി തയ്യാറാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് എന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നല്ലൊരു കൃത്യമായ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് സ്ത്രീ പദവി പഠനം എന്ന് പറയുന്നത്. മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ജലാശയ സംരക്ഷണമൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? പുഴ നികത്തൽ, ഉപ്പുവെള്ളം കയറുന്ന പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ചെറുവത്തൂർ. ജലാശയ രംഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ 10-34ഓളം വരുന്ന കുളങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നീർച്ചാലുകളുണ്ട്, തോടുകളൊക്കെ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പക്ഷെ പലതും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അധികം ഉപയോഗിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ മണ്ണൊക്കെ മൂടി ഉപയോഗിക്കാൻ പെടാതെ വരുന്നുണ്ട്, ഒഴുക്കില്ലാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡൊക്കെ പൊട്ടി പുഴയിൽ നിന്നും വരുന്ന വേലിയേറ്റ സമയത്ത് വരുന്ന ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ നിലവിൽ നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ്. എന്നിരുന്നാൽ പോലും ത്രിതല പഞ്ചായത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ കുളങ്ങൾ നവീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ കുളങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് നവീകരിച്ചുകൊണ്ട് അതിന്റെ സൈഡ് ഭിത്തിയൊക്കെ കെട്ടി നമുക്ക് നല്ല രീതിയിലുള്ള കുളങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തോട് സംരക്ഷണം എന്ന രീതിയിലേക്ക് നമ്മുടെ ചെറുവത്തൂർ ടൗണിൽ തന്നെ വലിയ ഒരു 2-3 വാർഡിലൂടെ പോകുന്ന തോട്, പനക്കാപ്പുഴ തോട് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് സംരക്ഷിക്കാൻ കഴിയുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി വഴി തന്നെ കയർപ്പു വസ്ത്രം പോലുള്ള പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി. സൈഡ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കയർപ്പു വസ്ത്രം ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ പരിപാടിയായിരുന്നു പതിക്കാൽ പുഴ നവീകരിച്ചെടുക്കുക. നമ്മുടെ സർക്കാരിന്റെ വലിയ ഒരു പദ്ധതിയായിരുന്നു പുഴയെ വീണ്ടെടുക്കാനുള്ള പദ്ധതി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1000ഓളം വരുന്ന ജനങ്ങളെ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ജനകീയ ക്യാമ്പയിനിലൂടെ ആ പുഴയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യങ്ങൾ നിറഞ്ഞുകൊണ്ട് ഒഴുക്ക് നഷ്ടപ്പെട്ടതായിരുന്നു. അപ്പൊ അത് നിരന്തരമായ ഇടപെടൽ, ബോധവൽക്കരണം നടത്തി ജനകീയമായിട്ട് തന്നെ MLA ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് അതിനെ ഇപ്പൊ നല്ലൊരു നീരൊഴുക്കുള്ള പുഴയായി പതിക്കാൽ പുഴയെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പാലിയേറ്റീവ് രംഗത്ത് നമ്മുടെ പഞ്ചായത്തില് 500-ലധികം വരുന്ന പാലിയേറ്റീവിന്റെ ആവശ്യമായിട്ട് വരുന്ന കിടപ്പ് രോഗികളായാലും ഹോം കെയറിന്റെ ആവശ്യമായി വരുന്നതിലും മരുന്നിന്റെ ആവശ്യമായിട്ട് വരുന്നയാളും ഏകദേശം ഒരു 500-600ഓളം വരുന്ന പാലിയേറ്റീവ് രോഗികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതിൽ ഒരു 300ഓളം വരുന്ന അല്ലെങ്കിൽ ഒരു 200-300ന്റെ അടുത്ത് വരുന്ന കിടപ്പ് രോഗികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്ക് എല്ലാ ആഘോഷവേളയിലും നമ്മൾ ഭക്ഷണ കിറ്റ് നൽകിയാണ്. ജനുവരി 14-ാം തീയതി ഇതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള കുടുംബ സംഗമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുകയാണ്.
എല്ലാ മാസവും 17 ഹോം കെയർ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. പാലിയേറ്റീവ് നേഴ്സ്, ആവശ്യമായിട്ടുള്ള വാഹന സൗകര്യങ്ങൾ, 500-600 വരുന്ന വളണ്ടിയർമാർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഓരോ വാർഡിലും ഇതിന് തയ്യാറായിട്ടുള്ള വളണ്ടിയർമാർ, നമ്മുടെ ട്രെയിനിങ് പരിശീലനം കൊടുത്തുകൊണ്ടുള്ള വളണ്ടിയർമാരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ജനകീയ കമ്മിറ്റി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ ജനകീയ കമ്മിറ്റിയാണ് നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ഏറ്റവും പാവപ്പെട്ടവർക്കുള്ള സ്ഥിരമായിട്ട് ഭക്ഷണ കിറ്റ് നൽകിയാണ്. ആഘോഷവേളയിൽ ഉടുപ്പുകൾ നമ്മൾ കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുകയാണ്. വീൽ ചെയർ പോലുള്ള, വാട്ടർ ബെഡ് പോലുള്ള ഉപകരണങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹോം കെയറിന്റെ ഭാഗമായിട്ട് ആശാപ്രവർത്തകർ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, പാലിയേറ്റീവ് നേഴ്സ് ഉൾപ്പെടെയുള്ളവർ എല്ലാ മാസവും അവരെ വീടുകളിൽ ചെന്ന് കണ്ട് അവർക്ക് മരുന്നുകൾ നമ്മുടെ FHSC മുഖാന്തരം 16 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള മരുന്ന് ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. ഒരു വലിയ ഒരു ഫണ്ട് തന്നെ നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് തന്നെ നടത്തി വരികയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ടൂറിസം സാധ്യതയുള്ള ഒരു പഞ്ചായത്താണോ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത്? ടൂറിസം സാധ്യതകൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ചെറുവത്തൂർ പഞ്ചായത്തിന്റെ ചെറുവത്തൂരിന് തന്നെ ഒരു ടൂറിസം പദ്ധതി നിലവിലുണ്ട്. കാരണം ചെറുവത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ ഭാഗത്തായ വീരമല കുന്നിന്റെ ടൂറിസം പദ്ധതി ബഹുമാനപ്പെട്ട MLAയും അതുപോലെ തന്നെ ടൂറിസം മന്ത്രിയുടെ ഒക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഒരു അതിന്റെ എല്ലാ അവസാനഘട്ട പണിപ്പുരയിലേക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അപ്രോച്ച് റോഡ് ഒരു നല്ല രീതിയിലുള്ള ഒരു DPR അതിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ തന്നെ അതിന്റെ പണി തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നു. വീരമലക്കുന്ന് ടൂറിസം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള തേജസ്വിനിപ്പുഴ, അതോടൊപ്പം ചേർന്നുള്ള ഒരുപാട് അമ്പലങ്ങൾ, അതോടൊപ്പം ചേർന്നുള്ള നമ്മുടെ അഴിമുഖം അടക്കം കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നല്ല വ്യൂ, നല്ല ജൈവ വൈവിധ്യ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് വീരമല ടൂറിസം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ ഭാഗമായ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ബഹുഭൂരിപക്ഷം വാർഡുകളും വരുന്നത് തീരദേശ പഞ്ചായത്ത് വാർഡുകളാണ്. അപ്പൊ ആ വാർഡിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചാന്തുരുത്തി പ്രദേശത്തെ 10-34ഓളം വരുന്ന ഹൗസ് ബോട്ട് നിലവിൽ നമ്മുടെ തേജസ്വിനി പുഴയിലൂടെ അച്ചാന്തുരുത്തി പ്രദേശത്തോടുകൂടി വലിയോർമ്പ് പഞ്ചായത്തിലടക്കം പോകുന്ന തരത്തിലേക്കുണ്ട് ഹൗസ് ബോട്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ മടക്കര ഹാർബർ, നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ മടക്കര ഹാർബർ ഉണ്ട്. തൊട്ടു ചേർന്നുകൊണ്ട് മിയാവാക്കി ദ്വീപ് ഉണ്ട്. കാരണം കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ MLAയും അതുപോലെ തന്നെ ഹാർബർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇടപെട്ടുകൊണ്ട് മിയാവാക്കി വനങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഒട്ടേറെ സാധ്യതകളുണ്ട്. അതിൽ വെച്ച് നമുക്ക് മാവിലാക്കടപ്പുറം, അതുപോലെ തന്നെ തൈക്കടപ്പുറം മുനിസിപ്പാലിറ്റി, നമ്മുടെ നീലേശ്വരം മുനിസിപ്പാലിറ്റി, വലിയോർമ്പ് പഞ്ചായത്ത്, അഴിത്തല പോലെ നല്ല ഒരു ടൂറിസത്തിന് സാധ്യതയുള്ള തരത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കൺസെപ്റ്റ് നോട്ട് എന്ന രീതിയിലേക്ക് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി റിയാസ് മന്ത്രിക്ക് നമ്മൾക്ക് അതിന്റെ കൺസെപ്റ്റ് നോട്ട് നൽകിയിരിക്കുകയാണ്. അതിന്റെ റവന്യൂ അതുപോലെ തന്നെ ഹാർബർ ഡിപ്പാർട്ട്മെന്റും അതിനാവശ്യമായിട്ടുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടുവരികയാണ്. അതിന് നമ്മൾ കാണുന്ന ഒരു ടൂറിസം എന്ന രീതിയിലേക്ക് ഒരുപാട് ജോലി സാധ്യതയുണ്ട്. നമ്മുടെ കുടുംബശ്രീ മുഖാന്തരം ചെറിയ ചെറിയ ഹട്ടുകൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ കൂടെ തന്നെ ചിൽഡ്രൻസ്, നമ്മുടെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് അതിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒട്ടേറെ പച്ചത്തുരുത്തുകൾ അതിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. 8-9 ഏക്കറോളം വരുന്ന സ്ഥലമാണ് അതിന് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ദ്വീപിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയുള്ള ഭാവി വികസനം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ നമ്മൾ നിരന്തരമായി ഇടപെടുന്ന ഒരു വിഷയമാണ് യുവതലമുറയെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നത്. അതുകൊണ്ട് തന്നെ ആ യുവതലമുറ നന്നായിട്ട് അവരെ പൊതുരംഗത്തേക്ക് എത്തിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവര് ആവശ്യപ്പെടുന്നത് കളിസ്ഥലം, അതുപോലെ തന്നെ സ്റ്റേഡിയം, കളിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യമാണ്. അതിനുവേണ്ടി എല്ലാ വാർഡുകളിലും കളിസ്ഥലത്തിന് വേണ്ടുന്നുള്ള ഇടപെടൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ അംഗീകൃത ഏജൻസിയുമായി ഇടപെട്ടുകൊണ്ട് ഒരു 200 കോടി രൂപ വരുന്ന ഒരു 8 ഏക്കറോളം സ്ഥലം വരുന്ന ഒരു ഭൂമി നമ്മൾ കണ്ടെത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു സ്റ്റേഡിയം ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന്റെ ഒരു ഇടപെടൽ നടത്തുകയാണ്. പ്രത്യേകിച്ച് ചെറുവത്തൂർ ടൗണിനോട് ചേർന്നുള്ള സ്ഥലം വേണം എന്നുള്ളത് കൊണ്ട് അതിന്റെ സ്ഥലം ഒക്കെ റവന്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭാവിയിൽ നമുക്ക് എന്തായാലും നടപ്പാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. അതിന്റെ ഭാവി പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീ പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പ്രവർത്തനം നമ്മൾക്ക് എന്തൊക്കെയാണ് വിടവുകൾ ഉണ്ടായത്, നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ ഇതുവരെ നടത്തിയ
പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് വിടവുകൾ വന്നത്, അതിന്റെ ഭാഗമായിട്ട് നടത്തേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ടൂറിസം, ചെറുവത്തൂരിന്റെ ദ്വീപ് ടൂറിസം എന്ന രീതിയിലേക്ക് മിയാവാക്കിയും അച്ചാന്തുരുത്തിയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദ്വീപ് ടൂറിസം, ഭാവി പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളയാണ് പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ പങ്കുവച്ചത്. നന്ദി ശ്രീമതി പ്രമീള.